ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഷാലോ ടാങ്കിൽ ഒരു വാട്ടർഫോൾസ് അക്വേറിയമാണ്. അപ്പോൾ അക്വേറിയത്തിൻ്റെ സൈസ് വരുന്നത് ലെങ്ത്ത് 60 സെൻറ്റിമീറ്ററും വിഡ്ത്ത് ഒരു 35 സെൻറ്റിമീറ്ററും ഹൈറ്റ് ഒരു 25 സെൻറ്റിമീറ്ററും. ഇതാണ് എൻ്റെ അക്വേറിയം. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന റോക്ക് സിറി റോക്കാണ്. അത് ബിഗ് സൈസ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സ്മോൾ സൈസ് യൂസ് ചെയ്തിട്ടുണ്ട്, മീഡിയം സൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സിറി റോക്കിൻ്റെ ബിഗ് സൈസ് വരുന്നത്. അപ്പോൾ ഇത്ര വലിയ സ്റ്റോൺ എടുക്കുമ്പോൾ അടിയിൽ ടാങ്ക് ക്രാക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ അടിയിൽ തെർമോക്കോൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ സിറി റോക്ക് വെച്ചേക്കുന്നത് ഒരു 45 ഡിഗ്രിയിലാണ്. അതിന് സപ്പോർട്ടീവായിട്ടൊരു റോക്കും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഡൈമാക്സിൻ്റെ കോമ്പോസൽ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഹാർഡ് ഗ്ലൂവും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഇത് കോമ്പോസൽ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് 2 ടൈപ്പ് 3 ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട്. ബ്രൗണ്, ബ്ലാക്ക്, പിന്നെ യെല്ലോ ഷെയ്ഡായിട്ട് വരുന്നുണ്ട്. ഞാനിത് മറ്റേ ഹാർഡ് സ്കേപ്പ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പോസൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ. നോർമലായിട്ട് നമ്മൾ ടിഷ്യൂ അങ്ങനത്തെ ഐറ്റംസ് വെച്ചിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് കോമ്പോസൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വെച്ച് യൂസ് ചെയ്യുന്നതാണ്. ഇതിലിപ്പോൾ ഞാൻ സിറി റോക്കിൻ്റെ മീഡിയം സൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ഈ കോമ്പോസൽ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ഓർമ്മപ്പെടുത്തണം, സേഫ്റ്റി ആയിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും യൂസ് ചെയ്യണം. അതായത് ഗ്ലാസും ഗ്ലൗവും ഒക്കെ യൂസ് ചെയ്യുക പരമാവധി, എന്നിട്ട് ചെയ്യുക. നമ്മൾ ഗ്ലൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കോമ്പോസിൽ ആദ്യം വയ്ക്കുക, പിന്നെ 1-2 ഡ്രോപ്പ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഹാർഡായിക്കോളും. ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ സിറി റോക്കിന് തന്നെ സ്മോൾ സൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം വെച്ചിരുന്ന ബിഗ് സിറി റോക്കിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാനിത് എല്ലാം പാറ്റേൺ ചെയ്ത് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം ഏത് രീതിയിലാണ് ഞാനത് വെച്ചേക്കുന്നത്, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ വല്ലാണ്ട് ടാങ്ക് ബാക്കിലോട്ട് മുട്ടിച്ചിട്ടല്ല ഈ സ്കേപ്പ് ചെയ്തേക്കുന്നത്, കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാട്ടർഫോൾസ് ചെയ്യണം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള കുറച്ച് ഏരിയ ഞാൻ അവിടെ വിട്ട് കൊടുത്തിട്ടുണ്ട് പവർ ഹെഡ് വയ്ക്കാൻ വേണ്ടി. ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മോസ് വീപ്പിംഗ് മോസാണ്. പിന്നെ നമ്മൾ ഇത് വർക്ക് ചെയ്തുള്ള ഡീറ്റെയിലും പ്രാധാന്യം ആയതുകൊണ്ട് നമ്മൾ വിസ്കേസ് വുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല നല്ല റൂട്ടും അതേപോലെ സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ഇഷ്ട ബ്രാൻഡിൻ്റെ ഗ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മോസ് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മോസ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോണിൻ്റെ മുകളിലായിട്ട് സിറി റോക്കിൻ്റെ ബിഗ് സൈസിൻ്റെ മുകളിലാണ് വീപ്പിംഗ് മോസ് അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വിസ്കേസ് വുഡിൻ്റെ റൂട്ടൊക്കെ നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല പാറ്റേൺ വരാൻ വേണ്ടിയും കാരണം നല്ല ഡീറ്റെയിലിങ് തോന്നാൻ വേണ്ടിയാണ് അത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരു പാറയുടെ ഉള്ളിൽ നിന്ന് നമുക്കിങ്ങനെ റൂട്ട് ഇറങ്ങി വന്ന എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. പക്ഷെ നോക്കിയാൽ തന്നെ കാണുന്നുണ്ടാവും നല്ല രീതിയിൽ. സിറി റോക്കിൻ്റെ പാറ്റേൺ അനുസരിച്ചാണ് ഞാനിവിടെ അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അടിഭാഗം ഞാൻ ഇവിടെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇവിടെ ഫുള്ള് കവറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോൺ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാലും ജസ്റ്റ് ഇളകൊന്നുമില്ല, നല്ല സ്ട്രോങ് തന്നെയാണ്. പിന്നെ മുകളിൽ നിന്ന് വാട്ടർഫോൾസ് വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സാൻഡ് റെഡ് സാൻഡാണ്, നല്ല റെഡ് ടൈപ്പിനെയാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇത്തിരി കനത്തിലിട്ടാലാണ് നമുക്ക് നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഇത്തിരി നല്ല കനത്തിലാണ് ഇട്ട് കൊടുത്തിങ്ങനെ സാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഇട്ട് കവർ ചെയ്തിട്ടുള്ള രൂപം കാണാം. 4-4.5 kg ഞാൻ സാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇടാനായിട്ട്. ഫ്രണ്ട് സൈഡിൽ മാത്രമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് ഇത്തിരി കനത്തിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള അക്വേറിയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ഈ സെൻസി ബാർ എന്ന് പറഞ്ഞാൽ JBLൻ്റെ സെൻസി ബാർ എന്ന് പറഞ്ഞാൽ സാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തിരി നല്ല ലുക്കായിട്ട് കാണാം. അതിലിപ്പോൾ ഓറഞ്ച് സാൻഡ് വരുന്നുണ്ട്, റെഡ് സാൻഡ് വരുന്നുണ്ട്, ഇത് സെയിം ടൈപ്പ്, പിന്നെ സ്നോ, പിന്നെ വൈറ്റ് സാൻഡ്, അത് കുറേ ടൈപ്പ് വരുന്നുണ്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ നല്ല ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ അതേ ഒരു ടൈപ്പ് പാറ്റേണിൽ തന്നെയാണ് ഞാൻ ഈ റെഡ് സാൻഡ് എടുത്തേക്കുന്നത്. അപ്പോൾ സാൻഡെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി കറക്റ്റ് ആക്കണം സാൻഡ് ഉള്ളത് ഇട്ടതൊക്കെ. അപ്പോൾ ഇനി ഞാൻ ടൂൾ ബോക്സിൽ നിന്ന് ടൂൾ എടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രബ് ചെയ്ത് കറക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഗ്യാപ്പൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ലെവലിൽ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി സൈഡിലേക്ക് സ്ക്രബ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ അടിയിൽ വെച്ച് തെർമോക്കോൾ കാണാണ്ടിരിക്കാൻ സാൻഡ് ഇത്തിരി കൂടെ നല്ല കനത്തിലിട്ടിട്ടുണ്ട്. നമുക്ക് പിന്നെ കാണാൻ പറ്റില്ല, അകലെ നമുക്കിപ്പോൾ യൂസ് ചെയ്താലും എടുത്തുനിന്ന് യൂസ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ സാധനം അവിടെ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ
സ്ഥലം വെച്ചിട്ടുണ്ടെന്ന് അറിയാനുള്ള ഒരു വഴി കാണില്ല. എല്ലാം നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാണുമ്പോഴുള്ള വ്യൂ എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും. നിങ്ങൾ ഇതേപോലത്തെ വർക്കുകൾ ചെയ്യുകയാണെങ്കിൽ പരമാവധി സെയിം അളവിൽ തന്നെയുള്ള ക്യാബിനറ്റ് യൂസ് ചെയ്യുക. ഈ ക്യാബിനറ്റിൻ്റെ അളവ് ഇത്തിരി വലുതാണെങ്കിലും കുഴപ്പമില്ല, ചെറുതാവാൻ പാടില്ല. കാരണം വെയിറ്റ് ഓവർ വെയിറ്റാണ് നമ്മൾ ടാങ്കിനുള്ളിൽ വെച്ചേക്കുന്നത്. പിന്നെ പോലെ തന്നെ സൈഡ് ഭാഗം കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ക്രാക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സെയിം ലെങ്ത്തിലുള്ള പിടിക്കാൻ നോക്കുക. ഇതിൽ നമ്മൾ ആദ്യം വെച്ച സിറിറോക്ക് ഇത്തിരി സൈസ് കൊള്ളാൻ ഞാൻ 45 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. വലിയ റോക്കുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും 90 ഡിഗ്രിയോ ഒരു 75 ഡിഗ്രിയോ ഒന്നും വെക്കാൻ നോക്കരുത്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബാലൻസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ സൈഡിൽ ചെരിഞ്ഞാൽ ടാങ്ക് വീണ് ക്രാക്കാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. എപ്പോഴും ഇതുപോലത്തെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും 45 ഡിഗ്രിയിൽ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടാങ്ക് ഏതെങ്കിലും കസ്റ്റമറിന് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ ഇഷ്ടപ്പെട്ട് ചോദിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വെള്ളം വലിച്ച് കൊണ്ടുപോകുമ്പോൾ ഇത്തിരി എളുപ്പമായി ഇങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും. ഇതിലിപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ വയ്ക്കുന്ന 2 തരം പ്ലാന്റാണ്. ഈ 2 പ്ലാന്റിൻ്റെ പേര് ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക ഏത് പ്ലാന്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേ ടൈപ്പ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഇതിന് അധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റുള്ളൂ. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് കുറച്ച് ലാവ ക്രഷ് ഇട്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ തന്നെ കാണാം. അല്ലാന്ന് വെച്ചാൽ ഫുൾ വെള്ളത്തിനടി കിടക്കുകയാണെങ്കിൽ ഇത് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ലാവ ബാക്കിലിട്ട് കുറച്ച് ബേസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലാന്റ് ഞാൻ നട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് സൈഡിലാണ് ആ ഫസ്റ്റ് വെച്ച പ്ലാന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡിലേക്ക് ഈ ഫേൺ ടൈപ്പ് പ്ലാന്റ് ഫ്രണ്ട് സൈഡിലേക്ക് നട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പ്ലാന്റുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിന് പോട്ട് സോയിലൊന്നും തട്ടി കളയേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ പരമാവധി കുറച്ചെടുത്ത് മാറ്റാൻ പറ്റുകയാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിക്കോ. കാരണം വെച്ചാൽ നമുക്ക് ആ ഹൈറ്റും കറക്റ്റ് ലെവലൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ചെടുത്ത് മാറ്റാം. പിന്നെ നേരെ ടാങ്കിനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിനുള്ള ന്യൂട്രിയൻസ് എല്ലാതും ആ പോട്ട് സോയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ആദ്യം എടുത്ത പ്ലാന്റിന് കുറച്ച് പോട്ട് സോയിൽ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് കുറച്ച് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുക വെച്ചാൽ എളുപ്പം തന്നെയാണ്. ജസ്റ്റ് കപ്പും പിടിച്ചിട്ട് ജസ്റ്റ് അത് പൊക്കിയാൽ മാത്രം മതി. അതിനുള്ള എല്ലാം റൂട്ടൊക്കെ വന്ന് സെറ്റായിട്ടുണ്ടാവും. ഇതേപോലെയാണ് നമുക്കത് കിട്ടുക. അപ്പോൾ നേരെ തന്നെ അതിൽ വെച്ച് അപ്ലൈ ചെയ്യാം. ഞാൻ ഫസ്റ്റത്തെ പ്ലാന്റ് വെച്ചത് കണ്ടറിയാം. എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിലാണ് നിങ്ങൾക്കത് കാണാൻ പറ്റുക. നമ്മളിപ്പോൾ തന്നെ വാങ്ങി കൊണ്ടുവന്ന കാരണം അതിലേക്ക് വെള്ളം നനച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടറിയായിരിക്കും ലീഫൊക്കെ ഒന്ന് ജസ്റ്റ് എഴുന്നേറ്റ് നിൽക്കാനും വെള്ളം കുടിച്ചൊന്ന് ഉഷാറാവാനൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ടിക്ക് നല്ലപോലെ ഞാൻ സ്പ്രേ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഓവറായിട്ട് വെള്ളം നനയ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് പ്ലാന്റ് കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ മോഡലാണ് ഞാൻ ചെയ്ത് ചെയ്യുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. വൺ സൈഡ് ഫുള്ള് പ്ലാന്റ് ആയിരിക്കും. പിന്നെ ഈ മോസ് ഫസ്റ്റ് ടൈം വെച്ച കാരണം ഗ്രോ ആയിട്ടില്ല, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു 3 മന്ത് കഴിയുമ്പോഴേക്കും ഏകദേശം മോസൊക്കെ നല്ല ഗ്രോ ആയി നല്ല ഭംഗിയായിട്ട് വരും. സ്റ്റാർട്ടപ്പ് ഒരു മോസിൻ്റെ ഒരു ചെറിയ ഇങ്ങനെ ഗ്രീൻഷ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗി കാണാം. ഇപ്പോൾ ഡാർക്കായിട്ടാണ് ഇരിക്കുന്നത്, അത് ഗ്രീനായിട്ട് ചെറിയ ഗ്രീനായിട്ട് വരും. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്തിട്ട് തെങ്ങുമ്മൊക്കെ ഒരു ചെറിയ ഇത് വരില്ലേ, അതേപോലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ വാട്ടർഫോൾസും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോണിൻ്റെ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് ഞാൻ വാട്ടർഫോൾസ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കിന്. വാട്ടർഫോൾസ് ഞാനിത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കിന്. അപ്പോൾ ഇനി 2-3 മാസം കഴിയുമ്പോൾ ഇങ്ങനെയാവില്ല കാണുക. നല്ല ഗ്രോത്ത് ആയിട്ട് കാണാൻ പറ്റും, പ്ലാന്റ്സ് ആണെങ്കിലും അതേപോലെ മൂസ് ആണെങ്കിലും. പിന്നെ ഈ റൂട്ടൊക്കെ ഇപ്പോൾ വെച്ചെങ്കിലും റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറല്ലേ, ഇനി അത് ഡാർക്കിഷ് കളർ വേണം. അപ്പോഴാണ് ആ ഒറിജിനാലിറ്റി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ അടിയിലൊന്നും ഞാൻ പ്ലാന്റ് കൊടുത്തിട്ടില്ല, കാരണം അടിയിൽ സാൻഡ് ഇട്ടേക്കില്ല. പിന്നെ റൂട്ട് ടാബ് കൊടുത്ത് ഈ കൊയ്റ്റ് പോലത്തെ പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാലും ഫസ്റ്റ് ടൈം കാണുന്ന ലുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഡാമേജ് ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ലാനുബിയാസോ ജാവഫേണോ അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സ് വേണമെങ്കിൽ കൊടുക്കായിരുന്നു, അതിൽ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇതുപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൻ ടൈപ്പ് പ്ലാന്റ്സ് അധികം യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അയയ്ക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.